നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ചായയുടെ കൂടെ കഴിക്കാനൊക്കെ പെർഫെക്റ്റ് ആണ്. ഇത് നമുക്ക് കുറേ കാലം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിച്ചും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കൂടെ തന്നെ 1/2 കപ്പ് വറുത്ത നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പത്തിരിപ്പൊടി എന്ന് പറഞ്ഞ കടയിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന ആ ഒരു പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് പുഴുങ്ങിയെടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഉടച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് 2.5 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഏകദേശം 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇത് കൈ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങിൽ നല്ലപോലെ തന്നെ പറ്റ് കാണും. ആ ഒരു പറ്റ് ആദ്യം തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു കൂട്ട് ഒരല്പം കട്ടിയായിട്ടാണ് വേണ്ടത്. ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടല്ല വേണ്ടത്. നമ്മൾ പൂരിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ ഒരല്പം കട്ടിയായിട്ട് വേണം വേണ്ടത്. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്തിട്ട് വെള്ളം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഏകദേശം 1/2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം മാത്രമേ എനിക്കിതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് കുഴച്ചെടുക്കാം. ഒരു സെമി സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മയപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മളുടെ കൂട്ട് സെമി സോഫ്റ്റ് ആയിരിക്കും, പക്ഷെ നന്നായിട്ട് മയപ്പെടുത്തി എടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമ്മളുടെ കൂട്ടിരിക്കേണ്ടത്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും കൂട്ട് ഒന്നും കൂടെ മയത്തിലായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. കൂട്ട് നല്ലപോലെ തന്നെ മയത്തിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു രീതിക്ക് തന്നെ ചെയ്തെടുക്കണമെന്ന് നിർബന്ധമില്ല. വലിയ ഉരുളകളാക്കിയിട്ട് പരത്തിയിട്ട് ഏതെങ്കിലും ഒരു കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്താലും മതിയാകും. ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാനാണ് പോകുന്നത്. നമ്മൾ സാധാരണ പൂരിക്കൊക്കെ പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറക്കേണ്ട ആവശ്യമില്ല. ഒരല്പം കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ഭാഗവും ഒരേപോലെ തന്നെ ഒരേ കനത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു കനത്തിലാണ് പരത്തിയെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഫോക്ക് ഉപയോഗിച്ചൊന്ന് കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഇത് പപ്പടം പോലെ പൊന്തി വരും. ഇതിപ്പോൾ ആ ഒരു രീതിക്കല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളെല്ലാം തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഈ ഒരു കൂട്ട് ഉപയോഗിച്ച് 25 എണ്ണമാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ ഒരുപാട് അങ്ങോട്ട് ചൂടാവേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ചൂടായാൽ മതിയാകും. എന്നിട്ട് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതിങ്ങനെ എണ്ണയുടെ മുകളിലേക്ക് പൊങ്ങി വരും. അതിൻ്റെ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യരുത്. അപ്പോൾ എന്ന് വെച്ചാൽ കളറൊക്കെ പെട്ടെന്ന് മാറും, പക്ഷെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെയിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോഴേക്കും എണ്ണയുടെ ആ ഒരു തുള്ളലൊക്കെ മാറി ആ ഒരു സെറ്റിലാവുന്ന ആ ഒരു പാകത്തിനായിട്ട് കിട്ടും. ആ ഒരു സമയമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം ഇത് പാകത്തിന് റെഡി ആയിട്ടുണ്ടെന്ന്. ഈ ഒരു പാകത്തിനായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഈ ഒരു രീതിക്കാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. എണ്ണയൊക്കെ നന്നായിട്ട് മാറ്റിയിട്ട് നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. ചൂടൊക്കെ നല്ലപോലെ ആറി വന്നതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ കുറേ കാലം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പലഹാരമാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.